ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം മുറവും കൊട്ടയൊക്കെ വാങ്ങാൻ പോയ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ആ മുറവും കൊട്ടയൊക്കെ ഇങ്ങനെ കൂടുതൽ കാലം ഈടോടുകൂടി നിൽക്കാൻ വേണ്ടിയിട്ട് പണ്ട് കാലങ്ങളിൽ ചാണാനായിരുന്നു മെഴുകിയിരുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ എല്ലാവർക്കും ചാണാൻ മെഴുകാനൊക്കെ മടിയുണ്ടാവും. പിന്നെ പണ്ടത്തെ ചാണകത്തിൻ്റെ അത്ര ഗുണമൊന്നും ഉണ്ടാവില്ല. പണ്ടൊക്കെ പശുക്കൾ തിന്നുന്ന പുല്ലിൻ്റെ ഒരു ഇത് വെച്ചിട്ട് നല്ല ഗുണമുണ്ടായിരുന്നു ചാണകത്തിന്. ഇന്നിപ്പോൾ ഫുഡിൻ്റെ വേസ്റ്റും അതുപോലെ കാലിത്തീറ്റയൊക്കെ അല്ലേ. അപ്പോൾ ആ ഒരു പഴയ കാലത്തെ ചാണകത്തിൻ്റെ ഗുണമൊന്നും ഇന്നത്തെ ചാണകത്തിനില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് എളുപ്പവും ഈ ഒരു പരിപാടിയാണെന്ന് തോന്നി. അപ്പോൾ അവിടുത്തെ കടയിലെ ചേച്ചിയാണ് പറഞ്ഞു തന്നത്, ഇത് കുത്തി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉലുവയും പേപ്പറും കൂടിയിട്ട് കുതിർത്തിയൊക്കെ വെച്ചിട്ട് അരച്ച് തേച്ചാൽ മതി എന്നിട്ടാ. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല കൺഫ്യൂഷനും ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഇത് എത്രത്തോളം അളവെടുക്കണം, എങ്ങനെ അരയ്ക്കും, മിക്സി പോവോ, കുറേ ചിന്തകളുണ്ടായിരുന്നു കേട്ടോ. ഇത് സ്മെല്ലുണ്ടാവോ എന്നൊക്കെ ഓർത്തിട്ട്. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഞാനൊരു 10-15 മിനിറ്റ് പേപ്പർ കുതിർത്തി വെച്ച് ഉലുവ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചു. ഞാൻ 100 ഗ്രാം ഉലുവ എടുത്തു കേട്ടോ. ഇനി കുറവ് വരണ്ടാന്ന് ഓർത്തിട്ട്. പക്ഷെ നന്നായിട്ട് പകുതി മതിയായിരുന്നു. ഇതിൻ്റെ 100 ഗ്രാമൊന്നും വേണ്ടായിരുന്നു, ഒരു 50 ഗ്രാം മതിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ പഴയ മുറമാണ്. പഴയ മുറ ശരിക്കും നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. വാങ്ങിയിട്ട് ഒരു 5-6 വർഷമൊക്കെ, ഇതുവരെയായിട്ട് ഒരു കംപ്ലൈൻ്റ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഈ പുതിയ മുറവും കൊട്ടയൊക്കെ വാങ്ങുമ്പോൾ ചിലപ്പോൾ പണ്ടത്തെ പോലത്തെ എല്ലാം നല്ലതായിരിക്കണം എന്നില്ല. അപ്പോൾ കുത്തിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചാണാൻ മെഴുകുന്നതിന് പകരമായിട്ട് ഉലുവയും പേപ്പറും കൂടെ ഇങ്ങനെ അരച്ചിട്ട് നന്നായിട്ട് മെഴുകിയെടുക്കണം കേട്ടോ. ശരിക്കും ചാണാൻ മെഴുകുന്ന അതേ ഒരു ഫീല് തന്നെയായിരുന്നു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐഡിയ ഒന്നുമില്ല. പണ്ടിങ്ങനെ മെഴുകുന്ന ഒരു ചെറിയൊരു ഓർമ്മ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ പഴയ കാലത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്നറിയില്ല, വല്ലാത്തൊരു സന്തോഷം. ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ എല്ലാ കൊട്ടയും മുറൊക്കെ ഇങ്ങനെ മെഴുകിയെടുത്തു. അപ്പോൾ നമ്മൾ അരി പോലത്തെ സാധനങ്ങളൊക്കെ എടുക്കുമ്പോഴൊക്കെ അതിൻ്റെ ഇടയിലൊന്നും പോയി കയറിയിരിക്കാതെയൊക്കെ നമുക്ക് കിട്ടും കേട്ടോ, ഇങ്ങനെ ലെവലാക്കി എടുത്ത് കഴിയുമ്പോൾ. അപ്പോൾ ഈ ഒരു കൊട്ട എന്ന് പറഞ്ഞാൽ പണ്ട് നെല്ലും പതിരൊക്കെ തിരിച്ചെടുക്കാൻ വേണ്ടി നെല്ലിങ്ങനെ ഒരാൾ ഇട്ട് കൊടുക്കും, മറ്റേ ആൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നിട്ട് ഇങ്ങനെ വീശി കൊടുക്കും. അപ്പോൾ നെല്ലും പതിരും തിരിഞ്ഞു കിട്ടും കേട്ടോ. അങ്ങനത്തെ കുറേ ഓർമ്മകളൊക്കെ വന്നു ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഈ ചെറിയ മുറവും എല്ലാം നല്ല വൃത്തിയായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. ചാണകം മെഴുകിയ പോലെ തന്നെ, എന്നാൽ ചാണകത്തിൻ്റെ അത്ര എടുത്ത് കാണിക്കുന്ന ഒരു കളറും ഇല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വെച്ചിരിക്കുന്നത്. ഈ പഴയകാല ഓർമ്മകളിലേക്ക് എന്തോ രസം ഈ കൊട്ടയൊക്കെ കാണുമ്പോൾ. അപ്പോൾ താങ്ക് യു.